ഹായ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പോർട്ട്ഫോളിയോയിലെ ഇൻഫോർമേഷൻ ഡിസ്ക്ലോഷർ കണക്റ്റീവ്സ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബ്രീഫായിട്ട് ഇൻഫോർമേഷൻ ഡിസ്ക്ലോഷർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഇൻഫോർമേഷൻ ഡിസ്ക്ലോഷർ ആൾസോ നോൺ ആസ് ഇൻഫോർമേഷൻ ലീക്കേജ് ഈസ് വെൻ എ വെബ്സൈറ്റ് അൺഇൻറ്റൻഷ്യലി റിവീൽ സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ്. അതായത് ഒരു വെബ് ആപ്ലിക്കേഷൻസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആ വെബ് ആപ്ലിക്കേഷനിലുള്ള യൂസേഴ്സിന് അൺഇൻറ്റൻഷ്യലി, അതായത് എന്താണ്, ആ വെബ്സൈറ്റ് കരുതാതെ എന്നുണ്ടാവില്ല. അതായത് ആ വെബ്സൈറ്റ് ഒരിക്കലും അങ്ങനെ ഒരു ഇൻഫോർമേഷൻ ലീക്കേജ് വേണമെന്ന് കരുതുന്നുണ്ടാവില്ല, പക്ഷേ അൺഇൻറ്റൻഷ്യലി റിവീൽസ് ചെയ്യും. അതായത് ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടാക്ട്സ് വെബ്സൈറ്റ് മേ ലീക്ക് ഓൾ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ടു എ പൊട്ടൻഷ്യൽ അറ്റാക്കർ ഇൻക്ലൂഡിങ് അതിലെന്തൊക്കെ പെടാം, ഡാറ്റ അബൌട്ട് അതർ യൂസേഴ്സ്, അല്ലാതെ സച്ച് ആസ് യൂസർ നെയിം ഓർ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ സെൻസിറ്റീവ് കൊമേഴ്ഷ്യൽ ഓർ ബിസിനസ് ഡാറ്റാസ്, അല്ലെങ്കിൽ ടെക്നിക്കൽ ഡീറ്റെയിൽസ് അബൌട്ട് ദ വെബ്സൈറ്റ് ആൻഡ് ഇറ്റ്സ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. അപ്പോൾ ഇതൊക്കെ അതിൽ പെടാം. അപ്പോൾ എന്താണ് ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിൻ്റെ ഇൻഫർമേഷൻസ് കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്പാക്റ്റുള്ള കാര്യമാണല്ലോ. കാരണം ഏതൊരു യൂസേഴ്സിനും പ്രൈവസി ഉണ്ടാവും. അപ്പോൾ ആ യൂസറിൻ്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റാസ് വേറൊരു യൂസറിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻഫർമേഷൻ ഡിസ്ക്ലോഷറാണ് കേട്ടോ. ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾസോ നോൺ ആസ് ഇൻഫർമേഷൻ ലീക്കേജ്, അങ്ങനെയും പേരുണ്ട്. അപ്പോൾ നമുക്ക് ഓൾ ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ ലാബ്സ് എടുക്കുക. അങ്ങനെ ഉണ്ടോ, ഇങ്ങനെ എടുക്കുക. അപ്പോൾ 1, 2, 3, 4, 5 ലാബ്സ് ഉണ്ട്. 5 ലാബും ഭയങ്കര സിമ്പിളായിട്ടുള്ള ലാബുകളുണ്ട്. ഓക്കെ. അപ്പോൾ ദിസ് ലാബ് വെബ് സർവേ മെസ്സേജ് റിവീൽ ദാറ്റ് ഇറ്റ് ഈസ് യൂസിങ് എ വൾണറബിൾ വേർഷൻ ഓഫ് തേർഡ് പാർട്ടി ഫ്രെയിംവർക്ക് ടു സോൾവ് ദ ലാബ് ഒബ്റ്റെയിൻ ആൻഡ് സബ്മിറ്റ് ദ വേർഷൻ നമ്പർ ഓഫ് ദിസ് ഫ്രെയിംവർക്ക്. അതായത് ഈ വെബ് ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫ്രെയിംവർക്ക് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അത് ഒരു തേർഡ് പാർട്ടി ഫ്രെയിംവർക്കാണ്. അപ്പോൾ എന്താണ്, നമ്മളൊരു എറർ വരുത്തുമ്പോൾ എന്തായി, ആ ഫ്രെയിംവർക്കിൻ്റെ വേർഷൻ നമുക്ക് കിട്ടും. നമ്മളത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാബ് സോൾവ് ആവും. അപ്പോൾ ഓപ്പൺ ന്യൂ ടാബ് കൊടുക്കുക. ഓക്കെ. സൊല്യൂഷനിൽ നമുക്ക് നോക്കാം എവിടെയാണ് എറർ വരുത്തണമെന്ന് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. അതായത് പ്രൊഡക്റ്റ് ഐ ഡിയിലാണ് ജസ്റ്റ് ഒരു സ്ട്രിങ്സ് കൊടുക്കുക അല്ലേ. ഐ ഡി ഇൻഡിവിജ്വൽ വാല്യൂ അല്ലേ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു സ്ട്രിങ് വരുമ്പോൾ അത് എന്താണ് ഇവിടെ. ഓക്കെ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പുറപ്പ് ഓണാക്കുക. അയ്യോ, അപ്പോൾ ഓണാക്കിയിട്ടൊന്നുമില്ല ഞാൻ. ബർപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പ്രോക്സിൻ്റെ ആവശ്യം തന്നെയുള്ളൂ, കാരണം നമ്മൾ ഓൾറെഡി പ്രോക്സി എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തൊക്കെ റിക്വസ്റ്റ് വേണം. അപ്പോൾ കണ്ടോ, ഒരു പ്രൊഡക്റ്റ് ഗെറ്റ് ചെയ്യണ റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ ഇൻഡിവിജ്വൽ വാല്യൂ, ഇവിടെ പ്രൊഡക്റ്റ് അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് ഒരു ഇൻഡിവിജ്വൽ വാല്യൂ. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യുക, ഇൻഡിവിജ്വലിന് പകരം ജസ്റ്റ് ഒരു റാൻഡം സ്ട്രിങ്സ് എന്തെങ്കിലും കൊടുത്ത് നോക്കുക. അപ്പോൾ എന്താ സംഭവിക്കണം നോക്കി നോക്കാം. സെൻഡ് റെസ്പോൺസ്. ഇപ്പോൾ വേണ്ട നമുക്കൊരു 500 ഇന്ത്യൻ സെർവർ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഉണ്ടോ. ഓക്കെ. അപ്പോൾ ഇതിലുണ്ട് അപ്പാച്ചി സ്ട്രക്ട്സ്. ഇതാണോ ഇനി ആൻസർ നോക്കി നോക്കാം. കോപ്പി ചെയ്ത് നോക്കാം. സബ്മിറ്റ് ചെയ്ത് നോക്കാം. അതാണോ അറിയില്ല. അതന്നെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഒരു വെബ് ആപ്ലിക്കേഷൻ, ഒരു അപ്പാച്ചി സ്ട്രട്സ് എന്നല്ല വായിക്കുക. 2.2.3.31. അപ്പോൾ ഇതിൻ്റെ വേർഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് നമുക്ക് കിട്ടി വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതുണ്ട്, ഈ പ്രൊഡക്റ്റ് ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ വാല്യൂ ആണ് അക്സെപ്റ്റ് ചെയ്യുക. ഇൻഡിവിജ്വൽ വാല്യൂ പറഞ്ഞാൽ നമ്പേഴ്സ് 1, 2, 3, 4 അങ്ങനെ ഇതിൽ നമ്പേഴ്സാണ് അക്സെപ്റ്റ് ചെയ്യുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, നമ്പേഴ്സിന് വരെ ജസ്റ്റ് ഒരു സ്ട്രിങ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ സ്ട്രിങ് ആഡ് ചെയ്തെടുത്തപ്പോൾ എന്തായി, ആ വെബ് ആപ്ലിക്കേഷന് ഒരു സ്ട്രിങ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ആ വെബ് ആപ്ലിക്കേഷനിൽ സെർവറിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഒരു ഇൻറ്റേർണൽ സെർവർ എറർ വന്നു. അതായത് ആ വെബ് ആപ്ലിക്കേഷന് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാത്തൊരു എറർ വന്നു. അപ്പോൾ ആ എറർ വരുമ്പോൾ എന്തായി, നമുക്ക് അവിടെ ഉപയോഗിച്ച തേർഡ് പാർട്ടി ഫ്രെയിംവർക്കിൻ്റെ വേർഷനും അതിൻ്റെ നെയിമും കിട്ടി. അപ്പോൾ ഇത്രയുള്ള ലാബ്. ഇനി നമുക്ക് ഇൻഫോർമേഷൻ ഡിസ്ക്ലോഷറിൻ്റെ രണ്ടാമത്തെ ലാബ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.